ഹായ് മക്കളെ, പ്ലസ് വൺ കെമിസ്ട്രിയിലോ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഹാഫ് റിയാക്ഷൻ മെത്തേഡുമുണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡുമുണ്ട്. ഈ രണ്ട് മെത്തേഡിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കുറേ മെത്തേഡ് സ്റ്റെപ്പുകളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ മാത്രം ഒന്ന് കയറി നോക്കിയാലും മതി. ഓരോന്നും വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റിലോട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഈ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ അത് ഏത് മെത്തേഡിലൂടെ ബാലൻസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഹാഫ് റിയാക്ഷൻ മെത്തേഡാണോ അല്ല ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴിയാണ് ബാലൻസ് ചെയ്യേണ്ടത്. മാത്രമല്ല ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അവസാനം ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ എന്ന് അറിഞ്ഞിരിക്കണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ എന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എന്താണ് എന്ന്, അസിഡിക് മീഡിയമാണ് എന്ന് തന്നിട്ടുണ്ട്. റെഡി? അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കെമിക്കൽ റിയാക്ഷൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിലോട്ട് പകർത്തി എഴുതുക. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പറയുന്ന സ്റ്റെപ്പ് 1ഉം ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകൾ തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരിക്കും. പക്ഷേ എളുപ്പത്തിലുള്ള രീതിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഓരോന്നും ഓർമ്മ നിൽക്കത്തക്ക രീതിയിൽ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ 3ാമത്തോ 4ാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ചിലപ്പോൾ 4ാമത്തെയോ 5ാമത്തെ സ്റ്റെപ്പ് ആവാം. അതിലൊരു പ്രശ്നവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലൊന്നും തെറ്റില്ല. അവസാനത്തെ ആൻസർ കൃത്യമായിരിക്കണം. എല്ലാവരും ചെയ്യുന്നത് ഒരേപോലെ അല്ലെങ്കിൽ പോലും, അതായത് ചില നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയോ സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്താലൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഫൈനൽ ആൻസർ കറക്റ്റ് ആവണം. ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ മുൻപിലുള്ള ചെയ്തിരിക്കുന്ന എല്ലാ കാര്യവും കറക്റ്റാണ് എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷൻ ഇതുപോലെ തന്നെ ആൻസർ ഷീറ്റിലോട്ട് മാറ്റി എഴുതുക. കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ഇതിൽ എല്ലാവരുടെയും സിംപ്ലി ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതുക. നമുക്ക് തരുന്ന ചോദ്യത്തിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും എന്ത് എഴുതുക, ചാർജ് എഴുതി വെക്കുക. MnO4- എന്ന് പറയുന്നതിൽ ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. 4 ഓക്സിജൻ്റെ ചാർജും ഒരു മാംഗനീസിൻ്റെ ചാർജും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് -1 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ Mnൻ്റെ ചാർജ് എന്ന് പറയുന്നത് +7 ആയിരിക്കും. Mൻ്റെ ചാർജ് +7 ആയിരിക്കും. Br- ചാർജ് എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ ചാർജ് വല്ലതും ഉണ്ടെങ്കിൽ അതിന് അയൺ എന്നാണ് പറയുക. എങ്കിൽ ആ അയണിൻ്റെ ചാർജ് എന്താണോ അത് തന്നെയാണ് ആ സ്പീഷീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. Br- എന്ന് പറഞ്ഞാൽ -1 ആണ് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ Brൻ്റെ ചാർജ് എത്രയാണ്? ഇവിടെ -1 ആണ്. Mn2+ൻ്റെ ചാർജ് 2+ തന്നെയാണ്. ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 2+ ആണ്. അടുത്ത Br2 എലമെൻ്റൽ ഫോമിലാണ്. Br മാത്രമേ ഉള്ളൂ, ചാർജില്ല. അതിനാൽ തന്നെ ഇവിടെ ചാർജ് എന്താണ്? 0 ആണ്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടായിരിക്കും, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയത്, എത്ര കൂടി? ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത്, എത്ര കുറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാർക്കേണ്ടത്. ആദ്യം കെമിക്കൽ റിയാക്ഷൻ എഴുതുക, എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക, ആരുടെ ഓക്സിഡേഷൻ നമ്പർ കൂടി, ആരുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഇതെല്ലാം സ്റ്റെപ്പ് 1ലാണ് വരുന്നത്. മാംഗനീസിൻ്റെ ചാർജ് +7 ആണ്, അതിൽ നിന്നും +2 ആയിട്ട് കുറഞ്ഞു അല്ലേ? മാംഗനീസ് ചാർജ് +7 നിന്ന് എഴുതിയിരിക്കുകയാണ്, +2 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, മാംഗനീസിൻ്റെ ചാർജ് നോക്കിക്കേ നിങ്ങൾ. മാംഗനീസ് ചാർജ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്? 7ൽ നിന്ന് 2ലോട്ട് കുറഞ്ഞു. 7ൽ നിന്ന് 2ലോട്ട് കുറഞ്ഞപ്പോൾ 5 എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ 5, 5 എണ്ണമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് Br- എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? Br0 ആയിട്ട് മാറി. ഒരു Brൻ്റെ ചാർജ് -1 ആണ്, ഇവിടെ Brൻ്റെ ചാർജ് 0 ആണ്. -1ൽ നിന്ന് 0ലോട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഇവിടെ നിങ്ങോട്ട് ഉണ്ടാകുന്ന മാറ്റം ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയായിട്ടാണ് കൂടിയിരിക്കുന്നത്? -1ൽ നിന്ന് 0ലോട്ട് എന്ന് പറഞ്ഞാൽ 1 കൂടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ 1, ഓക്സിഡേഷൻ നമ്പർ കൂടിയത് 1 എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടന്നു എന്നല്ലേ? ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുകയാണ് 5 എണ്ണം. എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. ഇവന് ഓക്സിഡേഷൻ സംഭവിച്ചു, ഇവന് റിഡക്ഷൻ സംഭവിച്ചു. റെഡി? അപ്പോൾ ഇതിൽ ഓക്സിഡേഷൻ ഏതാണ് റിഡക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷനെ 2 പീസാക്കുന്നത്. 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ 2 ഹാഫ് ആക്കുന്നു. അതാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഓക്സിഡേഷൻ നടന്നത് ഏത്, അതിനെ എടുത്ത് എഴുതുക. റിഡക്ഷൻ നടന്നത് ആർക്ക്, അതിനെ എടുത്ത് എഴുതുക. ഓക്സിഡേഷൻ വേറെ, റിഡക്ഷൻ വേറെ സെപ്പറേറ്റ് ചെയ്ത് സോൾവ് ചെയ്തതാണെന്ത്? ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യം ഞാൻ ഓക്സിഡേഷൻ എഴുതി വെക്കുന്നുണ്ട്. Br- Br2 ആയിട്ട് മാറി. ഓക്കെ, അതാണ് ആദ്യം ഞാൻ എഴുതുന്നത്. Br- എന്ന് പറയുന്നവൻ Br2 ആയിട്ട് മാറി. ഓക്കെ, ഇതെന്താണ്? ഓക്സിഡേഷൻ ഹാഫാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ ഹാഫ് എന്നുകൂടെ എഴുതുക. കാരണം ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ പരിപാടി, 2ാമത്തെ സ്റ്റെപ്പിലെ പരിപാടി. ഇനി റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്? MnO4- എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? Mn2+ ആയിട്ട് മാറി.
MnO4 മൈനസ് എന്ന് പറയുന്നവൻ എന്തായിട്ട് മാറി? Mn2+ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് റിഡക്ഷൻ ആണ്. അതിനാൽ ഇതിൽ റിഡക്ഷൻ ഹാഫ് എന്ന് എഴുതാം. റിഡക്ഷൻ ഹാഫ് എന്ന് എഴുതുന്നു. അപ്പോൾ നമ്മളിവിടെ ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ് എന്ന രണ്ട് ഹാഫുകളാക്കി മാറ്റി എഴുതി. ഇത്രയും വലിയ കെമിക്കൽ റിയാക്ഷന് രണ്ട് പീസുകളായി എഴുതുന്നു. ഇതൊരു സെപ്പറേറ്റ് ബാലൻസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓക്സിജൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ് എഴുതി കഴിഞ്ഞാൽ ഇനി അടുത്ത നിങ്ങൾ ചെയ്യുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും, ഇവിടെ നോക്ക്, ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ആരാണത്? Br ആണത്. ഇവിടെ ലെഫ്റ്റിൽ ഒരു Br ഉള്ളൂ, റൈറ്റിൽ 2 Br ഉണ്ട്. അതിനാൽ തന്നെ ഇവിടെ എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 2Br മൈനസ് ഗേവ്സ് Br2. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളതിന് ബാലൻസ് ചെയ്യുന്നു. ഇവിടെയോ? ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെ ആരാണുള്ളത്? മാംഗനീസ് ആണത്. ഇവിടെ ഒരു മാംഗനീസ്, ഇവിടെ ഒരു മാംഗനീസ്. അതിനാൽ തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ബാലൻസ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ എടുത്ത് എഴുതുന്നു. റെഡി? അതുപോലെ തന്നെ എടുത്ത് എഴുതി കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തു. ഇനി നാലാമത്തെ സ്റ്റെപ്പിലായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വേണ്ട ഭാഗത്ത് വേണ്ട എത്ര ഇലക്ട്രോണുകളെ ഇട്ട് കൊടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്ത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇലക്ട്രോണുകൾ ഇട്ട് കൊടുക്കണ്ടേ? ഇത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് എഴുതണം. അപ്പോൾ ഇവിടെയാണ് ഇലക്ട്രോൺ എഴുതുക. ഇത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലായിരിക്കണം എന്ത് ഇലക്ട്രോണിനെ ഇട്ട് കൊടുക്കേണ്ടത്. അത് എത്ര എണ്ണമാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നോക്കണേ, ഈ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇവിടെ മാറ്റം, എങ്ങനെയാണ് ഇലക്ട്രോൺ ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യമെല്ലാം മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ റിയാക്ഷൻ ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. Br മൈനസ് എന്ന് പറയുന്നത് Br ആയിട്ട് മാറി അല്ലേ? ഇവൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയിൽ നിന്ന് എത്രയായിട്ട് കൂടിയിരിക്കുന്ന മക്കളെ? -1 നിന്ന് 0 ആയിട്ട് കൂടി. ഒരു Brൻ്റെ ചാർജ് -1 ആണ്. അത് 0 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു Brൻ്റെ ഓക്സിഡേഷൻ നമ്പർ 1 കൂടി എന്ന് പറഞ്ഞാൽ ആ Br മൈനസ് എത്ര ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും? എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ 2 Br മൈനസ് ഉണ്ട്. എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും? ഒരു Br മൈനസ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമെങ്കിൽ 2 Br മൈനസ് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അപ്പോൾ ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് +2 ഇലക്ട്രോൺ എന്ന് എഴുതണം. ഈ 2 എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? 2 Br മൈനസുകളാണ്. ഒരു Br മൈനസ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇവിടെ 2 Br മൈനസ് ഉണ്ട്. 2 Br മൈനസ് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് Br2 ആയിട്ട് മാറി. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആളെ എഴുതാം. MnO4ൻ്റെ കേസ് എഴുതാം. MnO4 മൈനസ്. ഈ MnO4 മൈനസിൽ Mൻ്റെ ചാർജ് എത്രയാണ്? മാംഗനീസിൻ്റെ ചാർജ് +7 ആണ്. ഇവിടെ വരുമ്പോൾ മാംഗനീസ് എന്തായി? +2 ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ എത്ര കുറഞ്ഞു? 5 എണ്ണം കുറഞ്ഞു. ഒരു മാംഗനീസ് 5 ഇലക്ട്രോണുകളെ വാങ്ങിച്ചു എന്നല്ലേ അർത്ഥം? ഒരു മാംഗനീസ് 5 ഇലക്ട്രോണുകളെ വാങ്ങിച്ചു. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നത് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ എഴുതണം. അപ്പോൾ +5 ഇലക്ട്രോൺ ഗീവ്സ് Mn2+. ഇത് ക്ലിയർ ആണോ? ഇവിടെ ഒരു മാംഗനീസേ ഉള്ളൂ. ഒരു മാംഗനീസിൻ്റെ ചാർജ് +7 നിന്ന് +2 പോയി എന്ന് പറഞ്ഞാൽ 5 നമ്പർ കുറഞ്ഞു. അതിനർത്ഥം 5 ഇലക്ട്രോണുകളെ വാങ്ങിച്ചു. ഒരു മാംഗനീസ് 5 ഇലക്ട്രോണുകളെ വാങ്ങിച്ചു. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലാണ്. ഇവിടെ നോക്കുക, വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണം 2, വാങ്ങിച്ച ഇലക്ട്രോണുകളുടെ എണ്ണം 5. ഇത് ബാലൻസ്ഡ് അല്ലല്ലോ. വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണവും വാങ്ങിച്ച ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആകത്തക്ക രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്. രണ്ടും ഈക്വൽ ആക്കാനുള്ള വഴി എന്താണ്? വളരെ ഈസി ആയിട്ട് ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും മുകളിലുള്ള ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. താഴത്തെ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിക്കേ, ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 2 10 ഇലക്ട്രോൺ എന്ന് വരും. ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 2 10 ഇലക്ട്രോൺ എന്ന് വരും. ഓക്കെ, ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആകത്തക്ക രീതിയിൽ ഇങ്ങനെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ആക്കേണ്ടത്. അപ്പോൾ 10 ഇലക്ട്രോൺ വരത്തക്ക രീതിയിൽ ഇവിടെ 5 എന്നും ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടുമാണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 2 Br മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 അല്ലേ? 10 Br മൈനസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 5 Br2 പ്ലസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ഇലക്ട്രോൺ. റെഡി? ഇനി രണ്ടാമത്തെ അടിയിലുള്ള കിടക്കുന്ന ആളെ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 MnO4 മൈനസ് പ്ലസ്
5 ഇലക്ട്രോൺ ഇൻറ്റു 2 10 ഇലക്ട്രോൺ ഗീവ്സ് Mn 2+ രണ്ടെണ്ണം അല്ലേ, 2 കൊണ്ട് മൾട്ടിപ്പിൾ 2 Mn 2+. റെഡി? ഇത്രയും ഭാഗമാണ് എന്ത്, ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തു, ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റ് ചെയ്തു. ഇനി ആരുടെ എണ്ണം മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളൂ? ഇനി നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം മാത്രമാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, സ്റ്റെപ്പുകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വിഷയമുള്ള കാര്യമില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം കറക്റ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം കറക്റ്റ് ചെയ്യുന്നതിൽ ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ഓക്സിജനെയാണ്. എവിടെയാണോ ഓക്സിജൻ്റെ എണ്ണം കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. ഒന്നാമത്തെ റിയാക്ഷനുകളിൽ ഓക്സിജനെ ഇല്ല, അത് നോക്കേണ്ടതില്ല. രണ്ടാമത്തെ റിയാക്ഷനിൽ ഇവിടെ 4 × 2 8 ഓക്സിജനുണ്ട് അല്ലേ, 4 × 2 8 ഓക്സിജനുകളുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് എന്ത് വേണ്ടി വരും? 8 ഓക്സിജൻ വേണ്ടി വരും. 8 ഓക്സിജനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? +8 H2O എന്നിട്ട് കൊടുക്കണം. എവിടെയാണോ ഓക്സിജൻ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം കറക്റ്റായി. ഇനി ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ചെയ്യണം. ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണ് ഹൈഡ്രജൻ എണ്ണം കുറവെന്ന് നോക്കുക. ഇവിടെ ഹൈഡ്രജൻ വേണ്ട. ഇവിടെയാണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ 8 × 2 16 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ ഇവിടെയാണ് എന്ത് വേണ്ടത്? 16 ഹൈഡ്രജനുകൾ വേണ്ടത്. ഹൈഡ്രജനുകൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ നിങ്ങൾ നോക്കേണ്ടത്. ഇത് അസിഡിക് മീഡിയമാണ്, അതിനാൽ തന്നെ വളരെ എളുപ്പമായി. അതിനാൽ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് ആ ഭാഗത്ത് അത്രയും H+ ഇട്ട് കൊടുക്കാം. ഇവിടെ 16 ഹൈഡ്രജൻ്റെ കുറവുണ്ടല്ലേ, ലെഫ്റ്റ് സൈഡ് 16 ഹൈഡ്രജൻ്റെ കുറവുണ്ട്. അതിനാൽ തന്നെ ഇവിടെ 16 H+ എന്നിട്ട് കൊടുക്കുന്നു. പരിപാടി കഴിഞ്ഞു. ഇവിടെ 16 H+ ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. ഈ രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ ആര് വെട്ടിപ്പോകും? നിങ്ങൾ പറഞ്ഞേ, ആര് വെട്ടിപ്പോകും? ഇവിടുത്തെ 10 ഇലക്ട്രോണും ഇവിടുത്തെ 10 ഇലക്ട്രോണും വെട്ടിപ്പോകണം. ഫൈനൽ ഇക്വേഷൻ ഇലക്ട്രോണുകൾ ഉണ്ടാവാൻ പാടില്ല. ഇലക്ട്രോണുകൾ ഇങ്ങനെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോണിൻ്റെ എണ്ണം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തത്? ഈക്വൽ ആക്കി വയ്ക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ എഴുതാം. ലെഫ്റ്റിൽ കിടക്കുന്നത് ഇവിടെ 10 Br ഉണ്ട്, 16 H+ ഉണ്ട്, 2 MnO4- ഉണ്ട്. അതിന് എഴുതുന്നുണ്ട് 10 Br- +16 H+ +2 MnO4- ഗീവ്സ്. ഇനി ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് ആരൊക്കെയാണ്? Br2 5 Br2 2 Mn2 +8 H2O. എഴുതുക 5 Br2 +2 Mn2 +8 H2O. ഇതിൽ നിങ്ങൾ ആരെ എണ്ണി നോക്കിയാലും എല്ലാവരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ നോക്കിക്കോളൂ. 10 Br 10 Br ഉണ്ട്. 16 ഹൈഡ്രജൻ 2 മാംഗനീസ് ഉണ്ട്. 4 × 2 8 ഓക്സിജൻ ഉണ്ട്. എല്ലാവരും കറക്റ്റാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ് കിട്ടുന്ന ടോപ്പിക്കായിട്ട് വേണം. താങ്ക് യു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക.